ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് PLC ആണ്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ മെയിനായിട്ട് 4 സ്റ്റേജസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞതായിരുന്നു, കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇനി ആ ഓരോ സ്റ്റേജസിലും എന്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ സ്റ്റേജസ് ആയിട്ടും അതുപോലെ തന്നെ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് എവിടെ കൊടുത്തിട്ടുള്ളത് എന്നും എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക് ഓരോന്നും എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ സ്റ്റേജ് ഉണ്ട്. ഇനി അതുപോലെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഒന്ന് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രൊമോഷൻ സ്ട്രാറ്റജി ഉണ്ട്, അതുപോലെ തന്നെ പ്രൈസിങ് സ്ട്രാറ്റജി ഉണ്ട്. ഇങ്ങനെ 4 സ്ട്രാറ്റജീസ് ആണ് മെയിനായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എന്ത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ആണുള്ളത് നോക്കാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ലിമിറ്റഡ് മോഡൽസ്, ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നമ്മൾ തുടക്കത്തിലാണല്ലേ, ആ തുടക്കത്തിൽ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള മോഡൽസ് ആവും നമ്മൾ കയ്യിൽ ഉണ്ടാക്കുക. അതിന് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ചസ് ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കും. അതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ചെയ്യുന്നത്. ദെൻ ഗ്രോത്ത് സ്റ്റേജിൽ ചെയ്യുന്നത് മോർ മോഡൽസ്, ഫ്രീക്വൻറ്റ് ചേഞ്ചസ്. അവിടെ എന്താ ഉണ്ടാവുന്നത്, കൂടുതൽ മോഡൽസ് കൊണ്ടുവരും, ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ചസും അതിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. അതാണ് പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രാറ്റജി. മെച്യൂരിറ്റി ആയിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ലാർജ് നമ്പർ ഓഫ് മോഡൽസ് ആണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ലിമിറ്റഡ് മോഡൽസ് ആയിരിക്കും, ഗ്രോത്ത് ആകുമ്പോൾ ഒന്നും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട് ആ പ്രൊഡക്റ്റിൻ്റെ മോഡൽസ്. മെച്യൂരിറ്റി ആകുമ്പോൾ അവിടെ ലാർജ് നമ്പർ ഓഫ് മോഡൽസ് ആയി. ഡിക്ലൈൻ സ്റ്റേജിൽ പ്രൊഡക്റ്റ് എന്താ ചെയ്യുന്നത്, എലിമിനേറ്റ് അൺപ്രോഫിറ്റബിൾ മോഡൽസ്. ഒരുപാട് മോഡൽസ് ഇവിടെ മെച്യൂരിറ്റി സ്റ്റേജിൽ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഡിക്ലൈൻ എത്തുമ്പോൾ അവിടെ നമ്മൾ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള മോഡൽസിനെ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു 4 സ്റ്റേജസിൽ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയാണ്. അതും ഓരോ സ്റ്റേജസിലും എങ്ങനെയാണ് നോക്കാം. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഹോൾസെയിൽ ഓർ റീറ്റെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെ, പുതിയൊരു പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നേ ഉള്ളൂ. അപ്പോൾ ആ പ്രൊഡക്റ്റിന് ലിമിറ്റഡ് ആയിട്ടുള്ള ഹോൾസെയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ. ഗ്രോത്ത് സ്റ്റേജ് ആകുമ്പോഴത്തേനും എന്ത് ചെയ്യും, എക്സ്പാൻഡഡ് ഡീലേഴ്സ് അല്ലെങ്കിൽ ലോങ് ടേം റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാനാവും ഗ്രോത്ത് സ്റ്റേജ് വരുമ്പോൾ. ദെൻ മെച്യൂരിറ്റി ആയിരിക്കുമ്പോൾ അവിടെ എക്സ്റ്റെൻസീവ് മാർജിൻസ് അല്ലെ, എക്സ്റ്റെൻസീവ് മാർജിൻസ് ഡ്രോപ്പ്, സെൽഫ് സ്പേസ്. അപ്പോൾ ആ ഒരു മെച്യൂരിറ്റി പീരീഡിൽ അവർ ആ ഒരു പ്രൊഡക്റ്റിന് ആ ഡിസ്ട്രിബ്യൂഷന് എന്തുണ്ടായിരിക്കും, ഒരു സെൽഫ് സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഒരു വിശാലമായിരിക്കും എന്ത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാർജിൻസ് ഡ്രോപ്പ് ആയിരിക്കും. ദെൻ സെൽഫ് സ്പേസ് ഉണ്ടാക്കിയിരിക്കും എന്നുള്ളതാണ്. ദെൻ ഡിക്ലൈൻ സ്റ്റേജ് ആകുമ്പോൾ ഫേസ് ഔട്ട് അൺപ്രോഫിറ്റബിൾ ഔട്ട്ലെറ്റ്സ്. അവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യാണ്, അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഔട്ട്ലെറ്റുകൾ അല്ലെ, ഡിസ്ട്രിബ്യൂഷൻ പറയുന്ന ആ ഒരു ഔട്ട്ലെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, ഉപേക്ഷിക്കും. അതിനെയാണ് ഡിക്ലൈൻ സ്റ്റേജിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ചെയ്യുന്നത്. ദെൻ പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്. പ്രൊമോഷൻ സ്ട്രാറ്റജി ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലെ പ്രൊമോഷൻ എന്ന് പറയുന്നത് അവയർനെസ് കൊടുക്കാനാണ് അല്ലേ. നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്, പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ആർക്ക് അവയർനെസ് കൊടുക്കണം, നമ്മളുടെ കസ്റ്റമേഴ്സിന് അവയർനെസ് കൊടുക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കുകയാണ് പ്രൊമോഷൻ സ്ട്രാറ്റജിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റിമുലേറ്റ് ഡിമാൻഡ് ആൻഡ് സാമ്പിളിങ്. അവിടെ ഡിമാൻഡ് എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ സാമ്പിളിങ് എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഗ്രോത്ത് സ്റ്റേജ് ആകുമ്പോഴത്തേനും ഒരു അഗ്രസീവ് ആയിട്ടുള്ള ആഡ് ഉണ്ടായിരിക്കും അല്ലേ. അതിനേക്കാൾ ഈ ഒരു അവയർനെസ് എന്നതിലുപരി കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള ആഡ്സ് കൊടുക്കാനായിട്ട് തുടങ്ങും, വളരെ ഉത്സാഹത്തോടു കൂടിയിട്ടുള്ള ആഡുകൾ. അതിൽ നിന്നും എന്ത് ചെയ്യും, നമുക്ക് ആ ഡിമാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഗ്രോത്ത് സ്റ്റേജിലെ പ്രൊമോഷൻ സ്ട്രാറ്റജി ചെയ്യുന്നത്. മെച്യൂരിറ്റി ആകുമ്പോൾ അഡ്വർടൈസ് ചെയ്യും, ദെൻ പ്രൊമോട്ട് ഹെവിലി അല്ലേ. മെച്യൂരിറ്റിയിൽ അവിടെ എന്ത് ചെയ്യണം, അവർക്ക് അവിടെ പിടിച്ചു നിൽക്കണം. അപ്പോൾ അവർ അഡ്വർടൈസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, അതുപോലെ തന്നെ ഹെവി ആയിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു പ്രൊഡക്റ്റിനെ. ഡിക്ലൈൻ സ്റ്റേജ് ആകുമ്പോൾ ഇതുപോലെ തന്നെ ഫേസ് ഔട്ട് പ്രൊമോഷൻ എന്ത് ചെയ്യും, ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു പ്രൊമോഷനും അവിടെ ഉപേക്ഷിക്കും എന്നുള്ളതാണ്. ദെൻ അപ്പോൾ ആ ഒരു പ്രൊമോഷൻ എന്നുള്ളത് സ്ട്രാറ്റജി ഈ ഒരു 4 സ്റ്റേജിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ദെൻ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ പ്രൈസിങ് സ്ട്രാറ്റജി എങ്ങനെയാണ് നോക്കാം. പ്രൈസിങ് സ്ട്രാറ്റജി ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൈസിങ് സ്ട്രാറ്റജിയിൽ ഹയർ അല്ലെങ്കിൽ റീകൂപ്പ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക.
അല്ലെ, അവിടെ നമ്മൾ പറഞ്ഞു ഹയർ കോസ്റ്റ് ആയിരിക്കും, ഹയർ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആയിരിക്കും ഈ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ കൊടുക്കുക. ദെൻ ഗ്രോത്ത് സ്റ്റേജ് ആകുമ്പോൾ ഫോൾ ആസ് റിസൾട്ട് ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ. അതെന്ത് ചെയ്യും, കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് കുറയും അല്ലേ. അതുപോലെ തന്നെ ഒരു എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ ആ പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറയുന്നുണ്ടായിരിക്കും. ദെൻ അപ്പോൾ അവിടെ ഒരു ഫോൾ ആസ് എ റിസൾട്ട് ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ. ദെൻ മെച്യൂരിറ്റി ആകുമ്പോൾ പ്രൈസസ് പിന്നെയും എന്ത് ചെയ്യും, ഫോൾ ചെയ്യും. അതായത് യൂഷ്വലി അതെന്ത് ചെയ്യും, ഫോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഡിക്ലൈൻ ആകുമ്പോൾ പ്രൈസസ് സ്റ്റെബിലൈസ് ആയിട്ട് ഒരു ലോ ലെവലായിട്ട് തന്നെ എന്ത് ചെയ്യും, പ്രൈസ് നിൽക്കും. അപ്പോൾ അതാണ് ഡിക്ലൈൻ സ്റ്റേജിൽ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഓരോ PLCയുടെ ഓരോ സ്റ്റേജിലും ഏതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിക്കുന്നത്, അത് എങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നോക്കാം, ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ എന്നുള്ളതായിരുന്നു PLCയുടെ സ്റ്റേജസ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, പ്രൊഡക്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ, പ്രൈസിങ് അല്ലെ. ഒരു പ്രൊഡക്റ്റ്, ആദ്യം ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും, ആ പ്രൊഡക്റ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നടത്തും, എങ്ങനെ പ്രൊമോഷൻ നടത്തും, അതുപോലെ തന്നെ എങ്ങനെ അതിൻ്റെ പ്രൈസ്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞത്. ഇനി ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ സ്ട്രാറ്റജീസും ഓരോ സ്റ്റേജസിൽ എങ്ങനെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുകയാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരികയാണ്. അപ്പോൾ അതാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട്. ഈ ഒരു ഡ്യൂറിങ് ദ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ദ മാനേജ്മെൻറ്റ് ക്യാൻ അഡോപ്റ്റ് ദ ഫോളോവിങ് സ്ട്രാറ്റജീസ് അല്ലേ. ഈ പറയുന്ന സ്ട്രാറ്റജീസ് ആണ്, പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് ആണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ മാനേജ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബേസിക് പ്രൊഡക്റ്റ് ഓഫറിംഗ് ആണ്. ബേസിക് പ്രൊഡക്റ്റ് ഓഫറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂറിങ് ദ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ദ കമ്പനി ഷുഡ് ഓഫർ ബേസിക് വേർഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് അല്ലേ. നമ്മൾ പറഞ്ഞതാണ് എന്താണ്, കമ്പനി എന്ത് ചെയ്യാണ്, ബേസിക് വേർഷൻ, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ബേസിക് വേർഷൻ ആണ് എന്ത് ചെയ്യുന്നത്, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നത്. അതാണ് ബേസിക് പ്രൊഡക്റ്റ് ഓഫറിംഗ് എന്നുള്ളത്. ദെൻ ക്വാളിറ്റി നോക്കാം. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ മോർ ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ ടു ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബേസിക് പ്രൊഡക്റ്റ് ആണ് ഓഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നുണ്ട്. ദെൻ പ്രൊഡക്റ്റ് ട്രയൽ ആണ്. പ്രൊഡക്റ്റ് ട്രയൽ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ഫോർ ട്രയൽ ബേസിസ് അല്ലേ. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ട്രയൽ ബേസിസിലാണ്. അത് സക്സസ് ആവോ ഇല്ലയോ നമുക്കറിയില്ല, അത് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അതൊരു ട്രയൽ ബേസിസിലായിരിക്കണം പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ദെൻ നാലാമത് വരുന്നത് അട്രാക്റ്റീവ് പാക്കേജിംഗ് ആണ്. അട്രാക്റ്റീവ് പാക്കേജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്കേജിംഗ് ഓഫ് ദ പ്രോഡക്റ്റ് ഷുഡ് ബി അട്രാക്റ്റീവ് സോ ദാറ്റ് ന്യൂ കസ്റ്റമേഴ്സ് ക്യാൻ ബി അട്രാക്റ്റഡ് അല്ലേ. പല പ്രൊഡക്റ്റുകളും നമ്മൾ വാങ്ങിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ കണ്ടിട്ടായിരിക്കില്ല, ചിലപ്പോൾ അതിൻ്റെ പാക്കേജിങ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ. കുട്ടികളുടെ ഒരു മിഠായികളൊക്കെ ഉണ്ടാവുന്ന ബോക്സസ് ഒക്കെ കാണുക, അല്ലെങ്കിൽ അതൊക്കെ എന്തായിരിക്കും, പല നല്ല ഭംഗിയായിട്ടുള്ള പാക്കേജിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ചിലപ്പോൾ അതൊന്നും എന്ത് ഉണ്ടായിരിക്കില്ല, അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കില്ല, ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല, പക്ഷെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കേജിങ് ആയിരിക്കും. അപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ ന്യൂ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ അവർ കൂടുതൽ അട്രാക്റ്റഡ് ആവുക എങ്ങനെയായിരിക്കും, ആ പാക്കേജിങ് കണ്ടിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സ്ട്രാറ്റജി അവിടെ പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് പറയുന്നത് ബേസിക് പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം, പ്രൊഡക്റ്റ് ട്രയൽ ബേസിസിലാണ് കൊടുക്കുക, അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കേജിങ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അതിൻ്റെ പ്രൈസിങ് സ്ട്രാറ്റജീസ് നോക്കാം. പ്രൈസിങ് സ്ട്രാറ്റജീസിൽ വരുന്നത് മെയിനായിട്ട് 4 സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത് റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജിയാണ്. റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജി എന്നാൽ ദിസ് ഈസ് ദ സ്ട്രാറ്റജി ഓഫ് ഫിക്സിങ് എ ഹൈ പ്രൈസ് വിത്ത് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസസ്. അപ്പോൾ ഈ ഒരു റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ട്രാറ്റജിയാണ്. ഫിക്സിങ് ഹൈ പ്രൈസ് ആണ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത് വിത്ത് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസ്. ഒരു ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസോട് കൂടിയിട്ടുള്ള ഒരു ഹൈ പ്രൈസ് ആണ് ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം പ്രൊഡക്റ്റിന് ഫിക്സ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഡൺ ടു ഏൺ മോർ പ്രോഫിറ്റ്. ഇത് എങ്ങനെയായിരിക്കും ഇത് നടത്തുന്നത്, കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ടു ഡെവലപ്പ് ദ ബ്രാൻഡ് ഇമേജ് ആൻഡ് കൺവിൻസ് ദ ബയേഴ്സ് അബൌട്ട് ദ സുപ്പീരിയർ ഫീച്ചേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ് ത്രൂ ഹൈ പ്രൊമോഷണൽ എഫേർട്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഹൈ പ്രൊമോഷണൽ എഫേർട്ട് എടുത്തുകൊണ്ട്
കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുക, കൺവിൻസ് ചെയ്യിക്കുക, ഒരു ബ്രാൻഡ് ഇമേജ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടുതലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. സോ ദിസ് സ്ട്രാറ്റജി വിൽ സക്സീഡ് വെൻ കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ് സൈസസ് ആർ ലിമിറ്റഡ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സക്സീഡ് ആണ്. കോമ്പറ്റീഷനും മാർക്കറ്റ് സൈസസ് ഒക്കെ ലിമിറ്റഡ് ആകുമ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജി. ഇനി രണ്ടാമത്തെ പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്ലോ സ്കിമ്മിങ് സ്ട്രാറ്റജിയാണ്. അതായത് അതിൽ പറയുന്ന ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് കെപ്റ്റ് അറ്റ് എ ഹയർ ലെവൽ ബട്ട് ദ പ്രൊമോഷണൽ എക്സ്പെൻസസ് ആർ ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് റാപ്പിഡ് സ്കിമ്മിങ്ങിൽ പറഞ്ഞത് അവിടെ ഹൈ പ്രൈസും വിത്ത് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസും ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ സ്ലോ സ്കിമ്മിങ് സ്ട്രാറ്റജിയിൽ വരുന്നത് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ഹയർ ആയിരിക്കും, ബട്ട് ദ പ്രൊമോഷണൽ എക്സ്പെൻസസ് ആർ ലോ. പ്രൈസ് ഹയറും അതുപോലെ തന്നെ പ്രൊമോഷണൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. സോ ദിസ് ഈസ് ഡൺ ടു ഏൺ മോർ പ്രോഫിറ്റ് ബൈ കീപ്പിംഗ് ദ മാർക്കറ്റിംഗ് എക്സ്പെൻസസ് അറ്റ് എ ലോവർ ലെവൽ. അതായത് ഇത് എങ്ങനെയാണ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പെൻസസുകൾ ഒരു ലോവർ ലെവലിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൂടുതലായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. സോ ദി സ്ട്രാറ്റജി ഈസ് യൂഷ്വലി അഡോപ്റ്റഡ് വെൻ ദ ടാർഗറ്റ് മാർക്കറ്റ് ഈസ് സ്മോൾ. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ യൂഷ്വലി അഡോപ്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്മോൾ ആയിരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ബയേഴ്സ് അവെയർ ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ആർ റെഡി ടു പേ എ ഹൈ പ്രൈസ് ബിക്കോസ് ഓഫ് ദ നോൺ അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ബയേഴ്സ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, അവെയർ ഓഫ് ദ പ്രൊഡക്റ്റ്, അതുപോലെ ആൻഡ് റെഡി ടു പേ, അവരെന്ത് ചെയ്തിരിക്കണം, ഒരു ഹൈ പ്രൈസ് പേ ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് എന്താണ്, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാണ്, അത് പേ ചെയ്യാനായിട്ട്, ഹൈ പ്രൈസ് പേ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും. അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് പൊട്ടൻഷ്യൽ ബയേഴ്സിന് അവെയർ ആയിരിക്കും എന്നുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. അതാണ് സ്ലോ സ്കിമ്മിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ രണ്ട് റാപ്പിഡ് സ്കിമ്മിംഗ് ഉണ്ട്, സ്ലോ സ്കിമ്മിംഗ് ഉണ്ട്. റാപ്പിഡ് സ്കിമ്മിങ്ങിൽ പറഞ്ഞത് ഹൈ പ്രൈസ് വിത്ത് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസ് ആയിരുന്നു. സ്ലോ സ്കിമ്മിങ്ങിൽ വരുന്നത് ഹൈ പ്രൈസ് തന്നെയാണ്, പക്ഷേ എന്താണ്, പ്രൊമോഷണൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റാപ്പിഡ് പെനട്രേഷൻ സ്ട്രാറ്റജി. ഇപ്പോൾ എന്താണ് റാപ്പിഡ് പെനട്രേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അല്ലേ, റാപ്പിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വേഗം. പെനട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നുഴഞ്ഞു കയറ്റം എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ റാപ്പിഡ് പെനട്രേഷൻ സ്ട്രാറ്റജിയിൽ വരുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീപ്പിംഗ് എ ലോ പ്രൈസ് വിത്ത് എ ഹയർ പ്രൊമോഷണൽ എക്സ്പെൻസ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ്, ലോ പ്രൈസ് കീപ്പ് ചെയ്യാം വിത്ത് ഹയർ പ്രൊമോഷണൽ എക്സ്പെൻസസ്. അവിടെ ഹയർ ആയിട്ടുള്ള പ്രൊമോഷണൽ എക്സ്പെൻസസ് ആയിരിക്കും, പക്ഷെ പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോ ആയിരിക്കും. സോ ദിസ് ഈസ് ഡൺ വെൻ ദ ടാർഗറ്റ് മാർക്കറ്റ് ഈസ് ലാർജ്. ഇത് നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്, ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ലാർജ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ഈസ് സെർവ് ആൻഡ് ദ ബയേഴ്സ് ആർ കോൺഷ്യസ് അബൌട്ട് പ്രൈസ് ആൻഡ് ദേ ആർ നോട്ട് അവെയർ ഓഫ് ദ പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, കോമ്പറ്റീഷൻ ഈ സെർവ്, കോമ്പറ്റീഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബയേഴ്സ് ആ ഒരു പ്രൈസിനെ കുറിച്ചിട്ട് കോൺഷ്യസ് ആവുന്നതും, അതുപോലെ നോട്ട് അവെയർ, ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവെയർ അല്ലാത്ത ഒരു മാർക്കറ്റ്, ഒരു ലാർജ് ടാർഗറ്റ് മാർക്കറ്റിലാണ് ഈ ഒരു റാപ്പിഡ് പെനട്രേഷൻ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ലോ പ്രൈസ് ആയിരിക്കും, ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസസ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്ലോ പെനട്രേഷൻ സ്ട്രാറ്റജിയാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് അല്ലേ. അവിടെ പറയുന്നത് സ്ട്രാറ്റജി ഓഫ് ഫിക്സിങ് എ ലോ പ്രൈസ്. അവിടെ ലോ പ്രൈസ് തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്, കീപ്പിംഗ് ദ പ്രൊമോഷണൽ എക്സ്പെൻസസ് ഓൾസോ ലോ അല്ലേ. റാപ്പിഡ് പെനട്രേഷനിൽ പറഞ്ഞത് എന്തായിരുന്നു, ലോ പ്രൈസ് ആണ്, ഹയർ പ്രൊമോഷണൽ എക്സ്പെൻസ് ആയിരുന്നു. ഇവിടെ ലോ പ്രൈസ് തന്നെയാണ്, അതുപോലെ തന്നെ പ്രൊമോഷണൽ എക്സ്പെൻസ് എന്ന് പറയുന്നതും ലോ ആയിരിക്കും. സോ ദിസ് ഈസ് ഡൺ ടു പെനട്രേറ്റ് ദ മാർക്കറ്റ് ക്വിക്ക്ലി. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിലേക്ക് പെട്ടെന്ന് കയറി കൂടാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഒരു പ്രൈസ് വെച്ചിട്ടുള്ള ഒരു പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഒന്ന് റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജി ആയിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ പ്രൈസും ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസും. സ്ലോ സ്കിമ്മിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹൈ പ്രൈസ് തന്നെ ആയിരിക്കും, പക്ഷേ പ്രൊമോഷണൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും.
റാപ്പിഡ് പെനട്രേഷൻ എന്ന് പറയുമ്പോൾ ലോ പ്രൈസും ഹയർ പ്രൊമോഷണൽ എക്സ്പെൻസസും ആയിരിക്കും. സ്ലോ പെനട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ലോ പ്രൈസ് തന്നെ ആയിരിക്കും, അതുപോലെ തന്നെ പ്രൊമോഷണൽ എക്സ്പെൻസസും ലോ ആയിരിക്കും. അതാണ് പ്രൈസിങ് സ്ട്രാറ്റജിയിൽ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജി എന്താണ്, സ്ലോ സ്കിമ്മിങ് സ്ട്രാറ്റജി എന്താണ്, റാപ്പിഡ് പെനട്രേഷൻ എന്താണ്, സ്ലോ പെനട്രേഷൻ എന്താണെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ അടുത്ത ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയാണ്. അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ താഴെ പറയുന്ന ആ ഒരു സ്ട്രാറ്റജീസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നാമത് പറയുന്നത് സെലക്റ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ്. സോ ഡ്യൂറിങ് ദ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് it is desirable to distribute the product only to selected dealers in each area. അവിടെ സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ ഡിസയർ ആവുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഡിസയർ ആവുന്നത് ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഡീലേഴ്സിനെ മാത്രമാണ്. സെലക്റ്റഡ് ഡീലേഴ്സ് ഇൻ ഓരോ ഏരിയയിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഡീലേഴ്സിലൂടെയാണ് എന്ത് നടത്തുന്നത്, ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. അതാണ് സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ്, സ്ട്രെങ്തനിങ് ചാനലാണ്. അതായത് സ്ട്രെങ്തനിങ് ചാനൽ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ഹാസ് ടു സ്ട്രെങ്തൻ ഓർ എക്സ്പാൻഡ് ചാനൽ ആൻഡ് സപ്ലൈ ചെയിൻ റിലേഷൻഷിപ്പ് ടു ഗെയിൻ സഫിഷ്യൻറ്റ് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. മാനേജ്മെന്റ് എന്ത് ചെയ്യാണ്, സ്ട്രെങ്തൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് ഈ ഒരു ചാനൽ ആൻഡ് സപ്ലൈ ചെയിൻ റിലേഷൻഷിപ്പ് എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുകയാണ്. സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് ഇത് എന്ത് ചെയ്യുന്നത്, എക്സ്പാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുന്നത്. സോ വേരിയസ് അട്രാക്റ്റീവ് സ്കീംസ് ഷുഡ് ബി ഓഫേർഡ് ടു ഡീലേഴ്സ്. അപ്പോൾ ഡീലേഴ്സിന് എന്ത് ചെയ്യും, ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യും. ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ ഓരോ പ്രൊഡക്റ്റും ഈ ഒരു മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്ട്രെങ്തൻ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനോ ചാനൽ എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ റിലേഷൻഷിപ്പ് കൂട്ടാനോ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിലൂടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അവർക്ക് വേണ്ടിയിട്ട് എന്ത് ഡീലേഴ്സിന് ഒരുപാട് സ്കീമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്. പ്രൊമോഷൻ അതായത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലെ നെക്സ്റ്റ് സ്ട്രാറ്റജി പ്രൊമോഷൻ സ്ട്രാറ്റജി. അപ്പോൾ പ്രൊമോഷൻ സ്ട്രാറ്റജിയിൽ ഈ ഡ്യൂറിങ് ദിസ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഈ പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നാമത് പറയുന്നത് ഹെവി അഡ്വർടൈസ്മെൻ്റ് ആണ്. സോ ദിസ് ഈസ് ദ സ്റ്റേജ് വെൻ ഡിമാൻഡ് ഹാസ് ടു ബി ക്രിയേറ്റഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലേ. ഇത് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സ്റ്റേജാണ് ഈ ഒരു ഹെവി അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ദ കമ്പനി ഷുഡ് മേക്ക് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അഡ്വർടൈസിങ്. സോ കമ്പനി എന്ത് ചെയ്തിരിക്കണം, ഒരു ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വർടൈസിങ് ഏരിയയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം. ഒന്നാമതെന്ന് പറയുന്നത് ടു ബിൽഡ് പ്രൊഡക്റ്റ് അവയർനെസ്, അതായത് കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടു ബിൽഡ് ബ്രാൻഡ് അവയർനെസ്, അതിൻ്റെ ഒപ്പം തന്നെ ബ്രാൻഡ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുകയും വേണം. അപ്പോൾ ഇതിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരുപാട് ഹെവി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു അഡ്വർടൈസിങ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ അത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷറി പ്രൊമോഷനാണ്. അതിൽ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ഇൻറ്റൻഡഡ് ടു കൺവീൻസ് പൊട്ടൻഷ്യൽ റീസെല്ലേഴ്സ് അല്ലേ. അതായത് കൺവീൻസ് ചെയ്യുക പൊട്ടൻഷ്യൽ റീസെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയാണ് ടു സ്റ്റോക്ക് ദ പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് എന്ത് ചെയ്യാൻ പൊട്ടൻഷ്യൽ റീസെല്ലേഴ്സിനെ അതായത് ട്രേഡേഴ്സിനെയോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയോ എന്ത് ചെയ്യുക, കൺവീൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻട്രൊഡക്ടറി പ്രൊമോഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സെയിൽസ് പ്രൊമോഷനാണ്. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ടു പ്രൊമോട്ട് സെയിൽസ് ടെക്നിക്സ് സച്ച് ആസ് ട്രേഡ് ഡിസ്കൗണ്ട് സാമ്പിൾസ് ആൻഡ് ഫ്രീ ഗിഫ്റ്റ് മേ ബി യൂസ്ഡ്. ഇതൊരു സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കാണ്. ഇതിലെന്ന് പറയുമ്പോൾ ചില പ്രൊഡക്റ്റ് ഇപ്പോൾ പുതിയ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പല തരത്തിലുള്ള ടെക്നിക്കുകൾ പ്രൊമോട്ട് സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ചിലപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് സാധനങ്ങൾ കൊടുക്കാം. അതുപോലെ തന്നെ സാമ്പിൾസ്, ഇപ്പോൾ നമ്മളൊരു പുതിയൊരു പ്രൊഡക്റ്റാണ് അതിൻ്റെ സാമ്പിൾ കൊടുക്കാം. അതുപോലെ തന്നെ അതിലൂടെ ഫ്രീ ഗിഫ്റ്റുകൾ കൊടുക്കാം. അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സെയിൽസ് കൂട്ടാനായിട്ട് ശ്രമിക്കാം അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ നടത്താം.
അതാണ് ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഉള്ള ഒരു സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, അതുപോലെ തന്നെ പ്രൈസിങ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രൊമോഷൻ സ്ട്രാറ്റജി ഉണ്ട്. അതിൽ മെയിനായിട്ട് ഇത്രയും അത് ഓരോന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ട്രാറ്റജി ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഓരോ സ്റ്റേജസിലും ചെയ്യുക എന്നുള്ളത്.